അത് കംപ്ലീഷൻ വേണം, ദേശീയപാത നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കണം, വികസനം ഉണ്ടാവണം. പക്ഷെ അതിനൊരു വാക്ക് ആഡ് ചെയ്യണം, സുരക്ഷിതമായി പൂർത്തീകരിക്കണം. അല്ലെങ്കിൽ ആളുകൾക്ക് ജീവനും സ്വത്തിനും ഒക്കെ തടസ്സമല്ലേ. ഇപ്പം ഞങ്ങൾ അവിടെ നിങ്ങളുടെ ഇറങ്ങും, നിങ്ങൾ ഇവിടുന്ന് കണ്ടല്ല എൻ്റെ മേലെ എങ്ങനെ ഒരു സാധാരണ വീട്ടുകാരൻ എല്ലാ ദിവസവും രാവിലെ അവരെ കാര്യങ്ങൾക്ക് ഇവിടുന്ന് കയറി ഇറങ്ങുക. ഒരു വണ്ടിയായിട്ട് പോകുന്നതിനത് അത്ര സേഫാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിന്നിട്ട്? ഇനി അവർ ഈ പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഡിസൈൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കുക. ഒരു വാഹനമായിട്ട് അതിൻ്റെ മേലെ അപ്പുറത്തുപ്പുറത്തും 2 വാഹനം വന്ന എന്താണ് അതിൻ്റെ അവസ്ഥ? ഇതിൻ്റെ ബദൽ റോഡിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ. അപ്പം ആളുകൾക്ക് സേഫായിട്ട് അവനവൻ്റെ വീട്ടിലേക്കുള്ള ആക്സസ് അല്ലേ ചോദിക്കുന്നത്. അത് കൊടുക്കണ്ടേ? ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലല്ലോ, ഇത് അവരുടെ സേഫ്റ്റിയുടെ പ്രശ്നമല്ല. അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്താൽ പോരെ, ടൈം ബൗണ്ടായിട്ട് തീരുമാനം എടുത്താൽ പോരെ. ഇത്തരം അപകടങ്ങളുള്ള സ്ഥലത്ത് വേണം. ഞാൻ ചോദിക്കുന്നത് ആ വൾണറബിൾ ഏരിയാസിൽ വേണം. അപ്പോൾ ഒന്നും വേണ്ട, ഇതേ ടെക്നോളജി ഈ റോഡിൻ്റെ ഈ വശത്ത് ഉപയോഗിക്കാൻ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോയതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പൊളിഞ്ഞു വീണതുകൊണ്ടല്ലേ. അപ്പോൾ അവിടെ അവർ പറയുന്നു അല്ലേ, അവിടെ അവരത് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത് ഇപ്പുറത്തേക്ക് ബാധകമല്ലേ? അതിന് പറയുന്ന 70% വർക്ക് തീർന്നില്ല, അതൊരു ന്യായമല്ല. 70% വർക്ക് തീർന്നിട്ട് അവിടുത്തെ ആളുകൾ സേഫ് അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ എത്ര ശതമാനം വർക്ക് ചെയ്യണോ അത് ചെയ്യണം. ഇവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള പരിശോധനകളും റിപ്പോർട്ടും അല്ല ഉണ്ടാവുന്നത്. അവരെല്ലാം ടെക്നിക്കലായിട്ട് കാണുന്നത്. ഇപ്പം ഞാൻ അവിടെ ഒരു വീട്ടുകാരനെ കണ്ടു, 15 വർഷമായിട്ട് അയാൾ വിദേശത്ത് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ആ വീടിൻ്റെ സൈഡിലൂടെ ഒരു വിള്ളൽ, വാതിൽ തുറന്നകത്ത് കയറിയപ്പോൾ ആ വിള്ളൽ അതേ സ്ഥലത്ത് ഉള്ളിലുണ്ട്. അതിന് ഇൻ കണ്ടിന്യൂറ്റി അയാളുടെ ടൈലിട്ട സ്ഥലത്ത് പോലും വിള്ളൽ വന്നിരിക്കുക. അപ്പോൾ അയാളോട് ഇനി വിദഗ്ധ സംഘം വന്നിട്ട് ഈ കെട്ടിയത് സേഫാണെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ താമസിക്കും. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളും കുടുംബം ഈ സ്ഥലത്ത് താമസിക്കുമെന്ന് ചോദിച്ചു. അതില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? വർക്ക് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞിട്ട് അവർ പോകണോ? അപ്പോൾ ഇവരെന്ത് ചെയ്യും? അപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ബഫർ സോൺ ഈ കാര്യത്തിൽ ഏർപ്പെടുത്തണം. അവിടെ നിന്ന് ആളുകളിൽ നിന്ന് അത് ഏറ്റെടുത്തിട്ട് അവരെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. പിന്നെ കമ്പനിയും മറ്റ് സർക്കാരും സംവിധാനങ്ങളും ഒക്കെ അത്ര ഇതിനെ സംബന്ധിച്ച് അവർക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ജനങ്ങൾ ജീവൻ വെച്ചിട്ട് പന്താടേണ്ട കാര്യമില്ലല്ലോ.